റവി ഉപ്പുമാവ് എത്ര തവണ ഉണ്ടാക്കിയാലും എനിക്ക് ശരിയായി വരാറേ ഇല്ല. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു തരാന്ന്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മഞ്ഞ കളറുള്ള ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും റവ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെറുതായിട്ട് തീയൊന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ആ ഒരു സമയം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. റവ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചെറു തീയിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ആ ഒരു വെള്ളം വറ്റുന്നവരെയും ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.